പുനരധിവാസ പട്ടികയിലെ അപാകതയടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി മുണ്ടക്കൈ ചുരൽമല ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ഉപരോധം അവസാനിപ്പിച്ചു. റവന്യൂ മന്ത്രി കെ രാജനുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. പുനരധിവാസ പട്ടികയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സർക്കാർ ഇടപെടുമെന്നും ചൂരൽമല ടൗൺ പുനർനിർമ്മിക്കുമെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. വയനാട് കളക്ടറേറ്റിന് മുന്നിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർ വീണ്ടുമെത്തി. പ്രതിഷേധത്തിന്റെ സ്വരവുമായി പുനരധിവാസം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്ന് പ്രകടനമായാണ് ദുരന്തബാധിതർ എത്തിയത്. തുടർന്ന് കളക്ടറേറ്റിന് മുന്നിൽ ഉപരോധം. റേഷൻ കാർഡും ആധാറും അടക്കമുള്ള രേഖകൾ സർക്കാരിന് തിരിച്ചേൽപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചായിരുന്നു സമരം. പടവെട്ടിക്കുന്ന്, റാട്ടപ്പാടി, മുണ്ടക്കൈപ്പാടി, അട്ടമല, വില്ലേജ് റോഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉള്ളവർക്ക് പുനരധിവാസ പട്ടികയിൽ ഇടം നൽകണമെന്നാണ് പ്രധാന ആവശ്യം. 300 രൂപ ധനസഹായം പുനഃസ്ഥാപിക്കുക, വീട് നിർമ്മാണം 10 സെന്റിലാക്കുക, തുടർ ചികിത്സ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉയർന്നു വന്നു. എന്റെ കുടുംബം മൊത്തം പോയി, ഞാനും പോണ്ടതാ. അന്നാ രാത്രി സ്കൂൾ റോട്ടിന് പേരക്കുട്ടി ഇവിടെ കൊടുന്നിട്ടതിനെ കൊണ്ട് ഞാൻ കഴിച്ചിലായി. പക്ഷെ അന്ന് മുതൽ ഞങ്ങള് 6-7 എണ്ണം എങ്ങനെയൊരു വീട്ടിലാ. സാറിനറിയോ? നിങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാരായിക്കണ്ടല്ലോ, നിങ്ങളൊക്കെ നല്ല വീട്ടിൽ താമസിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഞങ്ങളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും സാറേ. അടി മൊത്തം പോയതാണ്. അന്ന് രാത്രി ജീവനം കൊണ്ട് ഓടിയതാണ്. അത് ആ ഓട്ടം മേലേക്ക് പോകാതെ താഴേക്ക് പോകുകയാണെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കേണ്ട, ഈ കാറിൻ്റെ പിടിച്ച് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മൊത്തം പോയതാണ്. എന്നിട്ട് 3 ലിസ്റ്റ് വന്ന് 3 ലിസ്റ്റിലും പേരില്ല. എത്രയും പെട്ടെന്ന് ഒരു വീടാകണം. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങൾ അത്രയും കാലം കഷ്ടപ്പെട്ടതും മക്കളും ഭർത്താവും എല്ലാം നഷ്ടപ്പെട്ടു. കളക്ടറേറ്റിലെത്തിയ റവന്യൂ മന്ത്രി കെ രാജനുമായി ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ നടത്തിയ ചർച്ച വിജയം കണ്ടു. ഇതോടെ ഉച്ചയ്ക്ക് 2 മണി വരെ നീണ്ട പ്രതിഷേധം അവസാനിപ്പിക്കാൻ ദുരന്തബാധിതർ തയ്യാറായി. ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 1 രൂപ തരണ്ട, കേരള സർക്കാർ 1 രൂപ തരണ്ട, പഞ്ചായത്ത് 1 രൂപ തരണ്ട, ഒരാളുടെയും നികുതി പണം വേണ്ട. ഞങ്ങൾക്ക് വേണ്ടി പിരിച്ചെടുത്ത പണത്തിൽ നിന്ന് പകുതി പണം ചെലവാക്കിയാൽ ഞങ്ങളുടെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കാൻ പറ്റും. ഞങ്ങൾക്ക് വേണ്ടി പിരിച്ചെടുത്തിട്ട് ഒരു ഇടനിലക്കാരനായി നിന്നിട്ട് ഞങ്ങളെ പറ്റിക്കരുത് എന്ന സർക്കാരോട് പറയാനുള്ളത്. പുനരധിവാസ പട്ടികയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികൾ പുനഃപരിശോധിക്കുമെന്ന് റവന്യൂ മന്ത്രി. ചൂരൽമല ടൗൺ പുനർനിർമ്മിക്കുമെന്നും പ്രഖ്യാപനം. ഈ ലിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും പ്രയാസത്തോടെ പറയുന്ന ഒരു പ്രശ്നം ദുരന്തബാധിത ലിസ്റ്റിൻ്റെ ഒരു വിഷയമാണ്. അതിലേക്കായിരിക്കും നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധ. ഇപ്പോൾ ഈ ഫേസ് 1ഉം ഫേസ് 2ഉം ഫേസ് 2ബിയും വീട് നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസമാണ്. അല്ലാതെ വരുന്ന ഉപജീവനത്തിൻ്റെ പുനരധിവാസമാണ് മൈക്രോ പ്ലാനിലുള്ള ദുരന്തബാധിതരുടെ ലിസ്റ്റ്. കടം എഴുതിത്തള്ളുന്നവരുടെ നടപടിയാണ് കടമെഴുതിത്തള്ളലുമായിട്ടുള്ള ദുരന്തബാധിതരുടെ ലിസ്റ്റ്. മുണ്ടക്കൈ ചൂരൽമല ജനകീയ സമിതി ഭാരവാഹികളും റവന്യൂ മന്ത്രിയുമായി ചർച്ച നടത്തി. റവന്യൂ മന്ത്രിയുമായുള്ള ചർച്ചയിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് ദുരന്തബാധിതർ. വീണ്ടും തങ്ങളെ സമരപാതയിലേക്ക് തള്ളിവിടരുത് എന്നാണ് ഇവർ ഉയർത്തുന്ന ആവശ്യം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. പുനരധിവാസ പട്ടിക പുറത്തു വന്നപ്പോൾ മുതൽ അപാകതകളും പരാതികളും ദുരന്തബാധിതർ ഉന്നയിച്ചിരുന്നു. പടവെട്ടിക്കുന്ന്, പാടി തുടങ്ങിയ പ്രദേശത്തെ ജനങ്ങൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടതുമില്ല. ഇന്ന് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ അല്പം ആശ്വാസമുണ്ടെന്നാണ് ഇവർ പറയുന്നത്. പ്രതികരണങ്ങളിലേക്ക്. 10-25 കുടുംബമുണ്ട് ഞങ്ങളവിടെ. ഭയങ്കര വിഷമത്തിലാണ്. ഞങ്ങളെ കൊണ്ട് അവിടെ ഇരിക്കാനാണ് പറയുന്നത്. ഞങ്ങൾക്ക് പോയി അവിടെ ഇരിക്കാൻ പറ്റൂല. ചെറിയ മക്കളുണ്ട്, കുട്ടികളുണ്ട്, വയസ്സന്മാരുണ്ട്, സുഖമില്ലാത്തവരുണ്ട്. ഒരു മഴ പെയ്താൽ റോട്ടിൽ കൂടി ഞങ്ങൾക്ക് ഇറങ്ങി പോകാൻ പറ്റൂല. ചൂരൽമല ഏരിയ നാട് വിട്ടിട്ട് ഏകദേശം 7 മാസമായി. ഈ 7 മാസത്തിൻ്റെ ഇടയ്ക്ക് ഈ സർക്കാർ ഈ ജാതി നടപടി ചെയ്യുകയാണെങ്കിൽ അന്നേ ഇവർ പറഞ്ഞ പോലെ ഞങ്ങൾ വീട് കൊടുക്കാൻ തയ്യാറില്ല. നിങ്ങൾ അട്ടമലയോ ചൂരൽമലയോ നിങ്ങൾ താമസിച്ച സ്ഥലത്ത് തന്നെ നിങ്ങൾ എവിടെയെങ്കിലും താമസിച്ചോ, ഞങ്ങൾക്കിത് നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് സർക്കാരിന് പറയാം. മനുഷ്യനെ കുരങ്ങ് കളിപ്പിക്കുക. ഇപ്പോൾ ഗവൺമെൻറ് ഹിറ്റ് വരെ കൊടുക്കുന്നില്ല. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഞങ്ങൾ മനുഷ്യന്മാരല്ലേ? ഞങ്ങൾ എവിടെ കാരാപ്പുഴ ചെന്നാൽ അവിടെ പരിചയമുണ്ടോ? പരിചയമില്ലാത്തടത്ത് കൊണ്ടിട്ട് എന്ത് കൂലിപ്പണിക്കാൻ പോകുക നമ്മൾ? ഞങ്ങൾക്ക് പാടിൻ്റെ ലിസ്റ്റിലും ഇല്ല, ഉൾപ്പെട്ടിട്ടില്ല, കോട്ടേഴ്സിൻ്റെ ഇതിലും വന്നിട്ടില്ല. 5 പരാതി ഞാൻ കലക്ടർക്ക് കൊടുത്തു. ഇതുവരെ ഒരു മറുപടി പോലും അതിന് തന്നിട്ടില്ല. ADM-ന് കൊടുത്ത്, കലക്ടർക്ക് കൊടുത്ത്, മറുപടി വന്നിട്ടില്ല. ചീഫ് സെക്രട്ടറി മുട്ടിൽ വന്നിട്ട് സംസാരിച്ചത് 15 സെൻറ്റ് ഭൂമിയാണ്. ആ 15 സെൻറ്റ് പോയിട്ട് രണ്ടാമതിപ്പോൾ പിന്നെ 10 സെൻറ്റാണ് പറഞ്ഞിരുന്നത്. അതിപ്പോൾ കൽപ്പറ്റയിലാണ് ഭൂമിയുള്ളത്. അത് കൽപ്പറ്റയിൽ വാല്യൂ കൂടുതലാണ്. അതുകൊണ്ട് 10 സെൻറ്റ് ഭൂമി നൽകാൻ കഴിയില്ല, 5 സെൻറ്റേ തരുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് 10 സെൻറ്റ് ഭൂമി തന്നെ കിട്ടണം.
അത് കിട്ടിയേ ഞങ്ങൾ അടങ്ങുള്ളൂ. അല്ലാത്ത ഒരു ഒത്തുതീർപ്പിന് ഞങ്ങൾ തയ്യാറില്ല. എൻ്റെ വീട് മൊത്തത്തിൽ പോയതാണ്. അപ്പോൾ എനിക്ക് ആ വീടിന് വീട് കിട്ടണം എന്ന് പറഞ്ഞാൽ നമുക്ക് 15 ലക്ഷം കൊണ്ട് നമുക്കൊന്നും ആവില്ല. അപ്പോൾ 15 ലക്ഷം കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കത് കൊണ്ട് ഒരു സ്ഥലം വീടും കൂടി നമുക്ക് കഴിയില്ല. നമ്മളെ കണ്ണീര് കാണിച്ചിട്ടാണ് ഇപ്പോൾ ഇവർ ഇത്രയും കൂടി പിരിച്ചെടുക്കുന്നത്. ഈ കോടിയിൽ നിന്ന് തന്നെ ഇവരൊക്കെ പുനരധിവസിക്കാനുള്ള പൈസ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സന്നദ്ധ സംഘടനകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഈ ദുരന്തത്തിൽ അവിടെ എല്ലാവരും ഓടി രക്ഷപ്പെട്ട ആൾക്കാരാണ്, അല്ലാതെ അവരെവിടെയും ആയിരുന്നില്ല. അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രം ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണെന്ന് എല്ലാവർക്കും ഓർമ്മ വേണം.